ഗുരുകരണത്തിലേക്ക് സ്നേഹവന്ദനം. അഷ്ടൈശ്വര്യങ്ങളുടെ പടവുകളിലൂടെ വളരെ ലളിതമായൊരു യാത്രയിലായിരുന്നു നമ്മൾ. രണ്ടോളം കാര്യങ്ങൾ നമ്മൾ ഇതിനകം പരാമർശിച്ചു. ഇവ തമ്മിൽ ഇങ്ങനെ നല്ല ബന്ധമുണ്ട്. ഒരു ചുവടില്ലാതെ മറ്റൊരു ചുവട് അസാധ്യമാണ്. ആദ്യത്തേത് ആത്മാവിൽ ദരിദ്രർ ഭാഗ്യവാന്മാരായിരുന്നു. സ്വയം ഭിക്ഷുവെന്ന് കണ്ടെത്തിയവർ ഭാഗ്യവാന്മാർ. അവനവൻ്റെ ജീവിതം വെറുതെ ഒരു ചുരക്കാത്തോണ്ട് കണക്ക്, ഒരു ബെഗിങ് ബൗൾ കണക്ക് തിരിച്ചറിഞ്ഞവർ ഭാഗ്യവാന്മാർ. എന്തെങ്കിലുമൊക്കെ ഒരു ഭംഗിയുള്ള കാര്യം, കുലീനതയുള്ള കാര്യം, സുഹൃതമുള്ള കാര്യം അതിനകത്തുണ്ടായിരുന്നെങ്കിൽ അത് നീ നിൻ്റെ ഭണ്ഡാരത്തിൽ നിക്ഷേപിച്ചതാണ്, മറ്റൊന്നുമല്ല. സ്വാഭാവികമായിട്ട് ഇനി യാചകന് സദൃശമായൊരു ജീവിതം അത് ലോകത്ത് എല്ലായിടത്തും ആന്തരികാനുഭൂതികളിലേക്ക് വന്ന മനുഷ്യർ തിരിച്ചറിഞ്ഞതാണ്. പെട്ടെന്ന് അവർക്ക് പിടുത്തം കിട്ടുന്നു തങ്ങൾ വെറുതെ യാചകർ മാത്രം, ബഗർ, ജസ്റ്റ് എ ബഗർ. ഉദാഹരണങ്ങൾ എത്ര വേണം? അല്ലെങ്കിൽ അതിൻ്റെ ഉദാഹരണങ്ങൾ കൊണ്ട് മാത്രം സമൃദ്ധമാണ് ആത്മീയതയുടെ ഭൂമിക മുഴുവൻ, ആത്മീയതയിലെ കഥകൾ മുഴുവൻ. സാവുൾ എങ്ങനെയാണ് പൗലോസാകുന്നത്? അഖണ്ഡയുടെ അശത്തിലേറി പോകുന്ന ഈ മനുഷ്യൻ എല്ലാത്തിനെയും കീഴ്പ്പെടുത്താൻ പറ്റുമെന്നുള്ള ധൈര്യം ഉണ്ടായിരുന്നു. എന്നിട്ടോ അശത്തിൽ നിന്ന് ഈ മനുഷ്യൻ താഴേക്ക് വലിച്ചെറിയപ്പെടുമ്പോൾ അല്ലെങ്കിൽ അന്ധനാവുന്നു. ആ കാഴ്ച ഉള്ള കാലത്തിൽ കാണാതെ പോയ ദൈവത്തെ ആൾ ഈ അന്ധതയുടെ കാലത്തിൽ കണ്ടുമുട്ടുന്നു. വളരെ സാധാരണക്കാരായ മനുഷ്യർ ഇയാൾക്കിങ്ങനെ വഴി പറഞ്ഞു കൊടുക്കുന്നു. ചിലപ്പോൾ ജീവിതത്തിൽ സംഭവിക്കുന്ന ചില സെറ്റ് ബാക്സ്, നിങ്ങൾ കടന്നു പോകേണ്ടി വരുന്ന ചില ദുര്യോഗങ്ങൾ, ചില അപമാനങ്ങളൊക്കെ കുറേ കൂടി അവനവൻ്റെ ജീവിതം എത്ര യാചക സദൃശ്യമായിട്ട് തിരിഞ്ഞു നോക്കാനായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്ന ഊഴമാണെങ്കിലോ സ്വാഭാവികമായിട്ട് അതിനകത്ത് നാം രണ്ടാമത്തെ ചുവട് വിലപിക്കുന്നവർ ഭാഗ്യവാന്മാർ. ഒരു തോരാത്ത മഴപ്പെയ്ത്ത് കണക്ക് ജീവിതം അനുഭവപ്പെടുന്നു. എന്തിലും ഏതിലും ഇങ്ങനെ കണ്ണു നിറയാനും കവിഞ്ഞൊഴുകാനുള്ള കാരണങ്ങൾ മാത്രമേ ഉള്ളൂ. അടിമുടി ഈർപ്പമുള്ളൊരു മനുഷ്യൻ രൂപപ്പെടുന്നു. അതിങ്ങനെ അവനവൻ്റെ തന്നെ പാളിച്ചകളെ ഓർത്താവാം. ആത്മീയതയിൽ അതൊരിക്കലും ഇങ്ങനെ അവഗണിക്കാൻ പാടില്ലാത്തൊരു ഘട്ടമാണ്. ചിലപ്പോൾ എല്ലാവർക്കും ഉണ്ട് അവരവരുടെ വിസ്മൃതിയുടെ ഒരു കാലം. ആ വിസ്മൃതിയുടെ ഒരു കാലത്തിന് ശേഷം ഇങ്ങനെ ഞെട്ടിയണീക്കുമ്പോഴേക്കും ഒരു രാത്രിയിലെ തീകായലിന് ശേഷം പീറ്റർ ഞെട്ടിയണീക്കുന്നത് കണക്ക് ഇങ്ങനെ കരഞ്ഞ് കരഞ്ഞ് ഇങ്ങനെ കണ്ണീർച്ചാലുകൾ ഉണ്ടാവുമെന്ന് പറയുന്ന അനുഭവം. പിന്നെ പലരോടും നമ്മൾ ഫെയർ ആയിരുന്നില്ല, ഒന്നിനോടും ഫെയർ ആയിരുന്നില്ല. തിരിഞ്ഞു നോക്കുമ്പോൾ മനസ്സിലാവുന്ന ഏറ്റവും വലിയ സത്യം ഇതാണ്: ജീവിതത്തിൻ്റെ വഴികളിൽ ഇങ്ങനെ വെളിച്ചവും അന്നവും ഔഷധവും ഒക്കെ ആയിട്ട് നിന്ന മനുഷ്യരോടൊന്നും ഫെയർ ആയിരുന്നില്ല. അതൊരു പക്ഷേ ഒരു മധ്യവയസ്സിൻ്റെ വീണ്ടും വിചാരങ്ങളിലൊക്കെ ആയിരിക്കും നമുക്ക് പിടുത്തം കിട്ടുക. ഞാൻ ഓർക്കുന്നു, ഒരു 10-60 വയസ്സ് കഴിഞ്ഞൊരു വ്യക്തി, അയാളെ പെങ്ങന്മാർ കൂടി അയാളെ വളർത്തിയത്. ആ കൃത്യമായ ഓർമ്മ എൻ്റെ മനസ്സിൽ ചിത്രം കണക്ക് പതിഞ്ഞിട്ടുണ്ട്. പെങ്ങന്മാരിങ്ങനെ കാശൊക്കെ സമ്പാദിച്ചിട്ട് ഇങ്ങനെ ഉരുളക്കിഴങ്ങൊന്നും അത്ര കോമൺ അല്ലാതിരുന്നൊരു കാലത്തിലോ നാട്ടിലോ ഒക്കെ ആയിരുന്നു അത്. അനിയന് വേണ്ടി ഇങ്ങനെ ഉരുളക്കിഴങ്ങ് വാങ്ങി പുഴുങ്ങി കൊടുത്തിട്ട് പറയും പെട്ടെന്ന് വലുതാകും. സായിപ്പന്മാരൊക്കെ ഇങ്ങനെ ഉരുളക്കിഴങ്ങ് കഴിച്ചതുകൊണ്ട് അവർക്ക് ഇത്രയും ആരോഗ്യമൊക്കെ, നീ പെട്ടെന്ന് വലുതാകും, പെങ്ങന്മാരെ നോക്കാനുള്ള. എന്നിട്ടോ അയാൾ വലുതായി. പക്ഷേ പെങ്ങന്മാരെ നോക്കിയോ ആലോചിച്ചോ ഒന്നും ഇല്ലെന്നുള്ളൊരു സങ്കടത്തിൽ ഇങ്ങനെ കണ്ണ് നിറഞ്ഞൊഴുകുമ്പോൾ അത് ഇങ്ങനെ ആ മനുഷ്യൻ്റെ കഥയല്ല. എൻ്റെ കണ്ണ് നിറഞ്ഞ വാസ്തവത്തിൽ എൻ്റെ തന്നെ കഥയാണ്, അല്ലെങ്കിൽ ആരുടെയും കഥയാണത്. രണ്ടാമത്തെ ഒരു ചുവടിനകത്ത് ഇങ്ങനെ വല്ലാത്തൊരു കണ്ണീരിൻ്റെ ഒരു ഘട്ടമുണ്ട്. പിന്നെ സ്വാഭാവികമായിട്ട് നിങ്ങളുടെ ഒരു ജീവിതത്തെക്കുറിച്ചുള്ളൊരു വീക്ഷണം ഇങ്ങനെ വല്ലാതെ മാറുന്നു, അടിമുടി മാറുന്നു. നിങ്ങൾക്ക് ഒന്നിൻ്റെ മീതെയും ഇപ്പോൾ ശടിക്കാൻ പറ്റത്തില്ല, ഒന്നും നിങ്ങൾക്ക് വേണ്ടിയാണെന്ന് ഇങ്ങനെ അവകാശപ്പെടാൻ പറ്റുന്നില്ല. വല്ലാത്തൊരു ഹൃദയശാന്തി എന്നൊക്കെ യേശു വിശേഷിപ്പിക്കുന്ന ഒരു ഭാവത്തിലേക്ക് പ്രാണൻ ഉണരുകയാണ്. പലപ്പോഴും ഇത്തരം ഭാവങ്ങൾക്ക് ഒരു പൊതുസമൂഹം വലിയ മൂല്യം കൽപ്പിച്ചു കൊടുക്കുന്നില്ല. സമാധാനമുള്ളവർ അല്ലെങ്കിൽ ശാന്തി പുലർത്തുന്നവരൊക്കെ ഇങ്ങനെ ഭീരുക്കളാണെന്നൊക്കെ ഗണിക്കുന്ന മട്ടിൽ എല്ലാ കാലത്തിലുമുള്ള ചിന്തകളുണ്ട്. ഫ്രോയിഡിൻ്റെയൊക്കെ ജീവചരിത്രമൊക്കെ വായിക്കുമ്പോൾ ഇങ്ങനെ യഹൂദർക്കെതിരായിട്ട് വലിയ ഹീനത ഉണ്ടായിരുന്നൊരു കാലത്തിലായിരുന്നു ഫ്രോയിഡൊക്കെ ആ നഗരത്തിൽ ജീവിച്ചിരുന്നത്. ഇയാൾ ചെറിയ കുട്ടിയാണ്. ഇയാൾ അപ്പം തിരിച്ചു വന്നിട്ട് പറഞ്ഞു, ഞാനിങ്ങനെ തെരുവിലൂടെ നടന്നു പോകുമ്പോൾ കുറേ പേരെന്നെ വന്നിട്ടിങ്ങനെ ജൂതൻ എന്ന് വിളിച്ച് പരിഹസിച്ചു. അതിലൊരു മുതിർന്ന കുട്ടി വന്നിട്ട് എൻ്റെ തൊപ്പിയെടുത്തിട്ട് ഇങ്ങനെ ഓടയിലേക്ക് വലിച്ചെറിഞ്ഞു. അപ്പോൾ ചെറിയ കുട്ടി ഇങ്ങനെ തിളക്കുകയാണ്. അവൻ പറയുകയാണ്, എന്നിട്ട് അപ്പം എന്ത് ചെയ്തു? അയാൾ പറഞ്ഞു, ഞാനോ
ഓടയിലിറങ്ങിയിട്ട് ആ തൊപ്പിയെടുത്ത് തലകുനിച്ച് നടന്നു വന്നു. ഫ്രോയിഡ് കൂട്ടിച്ചേർക്കുകയാണ്, അന്ന് എൻ്റെ ഉള്ളിൽ ഈ അപ്പനെന്ന് പറഞ്ഞൊരു വിഗ്രഹം തകർന്നു പോവുകയാണ്. പലപ്പോഴും മനുഷ്യർ ചില നേരങ്ങളിൽ ശാന്തത കാട്ടുമ്പോൾ, ചില നേരങ്ങളിൽ സമയത്തെയും സംയമനവും പാലിക്കുമ്പോൾ നമുക്കതിനോട് മതിപ്പില്ല. നിങ്ങൾ എന്തുകൊണ്ടാണ് പ്രതികരിക്കാത്തത്? അല്ലെങ്കിൽ ഒരു വീട്ടിനകത്തൊക്കെ പോലും തനിക്കെതിരായിട്ട് എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ ഒരു ഭാര്യ തൻ്റെ പുരുഷനോട് പറയുന്നത് അത് തന്നെയാണ്, നിങ്ങൾ എന്തുകൊണ്ടാണ് ചോദിക്കാത്തത്? ഒരു അതിർത്തി തർക്കം വരുമ്പോഴേക്കും അപ്പനോട് മക്കൾ ചോദിക്കുന്നത് അത് തന്നെയാണ്, അപ്പൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ പരാതി പറയാത്തത്? അല്ലെങ്കിൽ എന്തിനാണ് അപ്പനത് അനുവദിക്കുന്നത്? ശാന്തതയും സമചിത്തതയും സംയമനവും ഒക്കെ അത്ര വലിയ മൂല്യമായിട്ട് നമ്മുടെ കാര്യത്തിൽ എണ്ണുന്നില്ല. അത് ഭീരുത്വത്തിൻ്റെയൊക്കെ അടയാളമായിട്ട് ഇങ്ങനെ ഗണിക്കപ്പെടുന്നു. നീഷെ വർഷങ്ങൾക്ക് മുമ്പ് കുറിച്ചത് കണക്ക് കാണാവുന്ന ഇടങ്ങളിലെല്ലാം ആർക്കും വായിക്കാവുന്ന വലിയ അക്ഷരത്തിൽ ഞാൻ എഴുതി വെക്കാൻ പോകുന്ന ക്രിസ്ത്യാനിറ്റിക്കെതിരായ ആരോപണം ഇതാണ്: ഇത് വളർത്തിയെടുക്കുന്ന ഭീരുത്വത്തെയാണ്. വാസ്തവത്തിൽ തിരിച്ചടിക്കാനും പ്രതികരിക്കാനും ഒന്നും വലിയ ധൈര്യം ആവശ്യമില്ല. നമ്മുടെ ഉള്ളിൽ ഒരു കൃത്യമായൊരു ജീനുണ്ട്. ആ ജീനെന്ന് പറയുന്നത് ഈ സർവൈവൽ ജീൻ എന്ന് പറയുന്നതാണ്. കൈ പിടിച്ചു കഴിഞ്ഞാൽ തട്ടിമാറ്റുക എന്ന് പറയുന്നുള്ള ഏതൊരു കുഞ്ഞിനും ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. പക്ഷേ കൈമാറ്റുന്നില്ല. കുറേ അറ്റം കൂടി ചെന്ന് കഴിഞ്ഞിട്ട് അടിച്ച ആ ആളുടെ നേരെ മറ്റൊരു കാരണം കൂടി ബാക്കിയുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് തിരിഞ്ഞു നോക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമൊന്നുമല്ല. അത് എളുപ്പമല്ല ഈ ശാന്തിയുടെ വഴികളെന്ന് പറയുന്നത്. അതിന് വല്ലാത്ത ധൈര്യം ആവശ്യമുണ്ട്. ഇനി അഥവാ ഇത് നിങ്ങൾ ബലഹീനതയായിട്ട് എണ്ണുന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ ബലഹീനതയുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ദൈവത്തിൻ്റെ നിലനിൽപ്പ്. ദൈവം ഇങ്ങനെ തങ്ങളിൽ തന്നെ കരുത്തുള്ളവർക്കും തങ്ങളുടെ തന്നെ പൊയ്ക്കാലിൽ ജീവിക്കുന്നവർക്കും വേണ്ടിയുള്ളവരാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കുന്നുണ്ടോ? ആലയിൽ നിന്ന് ആടുകളെ ഇങ്ങനെ ഇറക്കി വിടുന്നതിനെക്കുറിച്ച് റൂമി കവിത ചൊല്ലുന്ന കണക്കാണ്. സ്വാഭാവികമായിട്ട് ആല തുറക്കുമ്പോഴേക്കും ഈ കൂട്ടത്തിൽ ഏറ്റവും കരുത്തുള്ള ഏറ്റവും പുഷ്ടിയുള്ള ആട്ടിൻകുഞ്ഞുങ്ങളായിരിക്കും അല്ലെങ്കിൽ ആടുകളായിരിക്കും ഈ പുല്ലിടങ്ങളിലേക്ക് ഇങ്ങനെ പാഞ്ഞു പോകുന്നത്. അത് അതിൻ്റെ കരുത്തിൻ്റെ തന്നെയാണ്. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, അന്തിയിൽ മടങ്ങുമ്പോൾ ആലയിലേക്ക് മടങ്ങുമ്പോൾ ഈ കൂട്ടത്തിൽ ഏറ്റവും ദുർബലരും ഏറ്റവും അശുക്കളുമായ ആട്ടിൻപറ്റമാണ് ആദ്യം വരുന്നത്. അപ്പം അതൊരു ദൈവസങ്കല്പവുമായി ബന്ധപ്പെട്ട് ഓർക്കുമ്പോൾ നമ്മുടെ കണ്ണുകളെ നനയ്ക്കാനായിട്ട് പര്യാപ്തമായ റൂമിയുടെ വരികളാണ്. ഇങ്ങനെ ദൈവത്തോട് ഒരു ഒടുവിൽ ചേർന്ന് നിൽക്കാൻ പോകുന്നത് ഇത് കണക്കിങ്ങനെ തങ്ങളുടെ ബലക്കുറവെന്നൊക്കെ മനുഷ്യർ വിശ്വസിച്ച ചില കാര്യങ്ങളിൽ, കാലം വിശ്വസിച്ച ചില കാര്യങ്ങളിലൊക്കെ പെട്ടുപോയ മനുഷ്യർ തന്നെയായിരിക്കും. സമചിത്തതയുള്ളവർ ഭാഗ്യവാന്മാർ. അവരിങ്ങനെ കൃത്യമായിട്ട് ഭൂമിയുടെ ഹൃദയം കീഴ്പ്പെടുത്തും. ഓർക്കുന്നുണ്ട്, ഒരു രാത്രി വണ്ടിയിൽ വയനാട്ടിലേക്ക് പോവുകയാണ്. ഇങ്ങനെ കുറച്ച് പാതിര കഴിയുമ്പോൾ എനിക്ക് തോന്നുന്നു ഒരു വെളുപ്പിന് തന്നെ വിചാരിക്കും, 2-3 മണി വിചാരിക്കുക. കണ്ടക്ടർക്ക് തോന്നൽ വരികയാണ്, ആരോ ടിക്കറ്റ് എടുത്തിട്ടില്ല. സ്വാഭാവികമായിട്ട് വിളിച്ചു ചോദിക്കുന്നു, ആരും അതിന് ഉത്തരം കൊടുക്കുന്നില്ല. പിന്നെ ഒരു ഗട്ട് ഫീലിംഗ് ഉണ്ടാവും, ചിലർ എടുത്തിട്ടുണ്ടാവില്ലെന്നൊക്കെ ഒരു തോന്നൽ. അവരെ വിളിച്ചുണർത്തുന്നു, ഇല്ല. ഇനി ചടങ്ങ് ആരംഭിക്കുകയാണ്. ആദ്യത്തെ ആൾ തൊട്ട് ഇങ്ങനെ ഓരോരുത്തരായിട്ട് എണീപ്പിച്ചിട്ട് ടിക്കറ്റ് ചോദിക്കുന്നു. അപ്പോൾ ആദ്യം എത്തുമ്പോൾ താൻ ബസ്സിലാണെന്ന് പോലും മറന്നുപോയൊരു വ്യക്തി നല്ല ഉറക്കത്തിലാണ്, കൊട്ടി എണീപ്പിക്കുന്നു. ടിക്കറ്റോ? എന്ത് ടിക്കറ്റ്? സാർ നിങ്ങൾ ബസ്സിലാണ്? ഓ, ടിക്കറ്റ് എടുക്കാം. എവിടേക്കാണ് പോകേണ്ടത്? സ്ഥലം പറയുന്നു, കൽപ്പറ്റ എവിടെയോ. ഫെയർ കൊടുക്കുന്നു, പണം കൊടുക്കുന്നു, ബാക്കി കൊടുക്കുന്നു, ടിക്കറ്റ് മുറിച്ച് കൊടുക്കുന്നു. എന്നിട്ട് ഈ മനുഷ്യൻ എന്ത് സമാധാനത്തോടു കൂടിയാണ്, ഒരു കുറ്റപ്പെടുത്തലിൻ്റെയോ ഒരു പുരികം പോലും ഒന്ന് വളക്കാതെ, ഒരു ഫ്രൗൺ പോലും ചെയ്യാതെ, അങ്ങനെ ഒരു വാക്ക് നമ്മൾ പറയാറില്ല, ഫ്രൗണിങ് എന്ന് പറയുന്നത്. നമ്മുടെ അനിഷ്ടങ്ങൾ പലപ്പോഴും നമ്മൾ വെളിപ്പെടുത്തുന്ന ഇങ്ങനെ ശരീരഭാഷയിലൂടെയാണ്. ഇതൊന്നുമില്ലാതെ ഈ മനുഷ്യൻ തൻ്റെ ഇരിപ്പിടത്തിലേക്ക് മടങ്ങിപ്പോകുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്നത് ഈ അഷ്ടഭാഗ്യ വാക്കുകൾ തന്നെയാണ്. ഹൃദയശാന്തിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമി കൈവശമാക്കും. ഭൂമി എന്ന് പറയുന്നത് നമ്മൾ വളച്ചു കെട്ടിയ മണ്ണാണെന്ന് ആരും തെറ്റിദ്ധരിക്കേണ്ട. ഭൂമി എന്ന് പറയുന്നത് ആകപ്പാട് നിനക്ക് നിൻ്റെ ഭൂമി എന്ന് പറയാനായിട്ട് അവകാശമുള്ളത് ഉച്ചി തൊട്ട് പെരുവൽ വരെയുള്ള ഈ ഒരു ഇടം മാത്രം. നമ്മുടെ ഈ ഉച്ചി തൊട്ട് പെരുവൽ വരെയുള്ള ഈ ഇടം സ്വന്തമാക്കിയ മനുഷ്യർക്കൊക്കെ പൊതുവായിട്ടൊരു ഘടകമുണ്ടായിരുന്നു, അവർ പുലർത്തിയ വല്ലാത്തൊരു ഹൃദയശാന്തി. ഏതെങ്കിലും തരത്തിൽ ശോഭിച്ചവർ, ഏതെങ്കിലും തരത്തിൽ നമ്മളെ കഠിനമായിട്ട് നേരിട്ടവർ, ഏതെങ്കിലും തരത്തിൽ ഇങ്ങനെ ക്രിയാത്മകമല്ലാതെ നമ്മൾ വിമർശിച്ചവർ, ആരും നമ്മുടെ ചങ്കിൽ അടം കണ്ടെത്തിയിട്ടില്ല. ഈ രാത്രി വണ്ടിയിൽ എത്ര ഭംഗിയായിട്ടാണ് ആ മരപ്പണിക്കാരൻ്റെ ദൂത് പൂർത്തിയാവുന്നത്. ഹൃദയശാന്തിയുള്ളവർ ഈ രാത്രി വണ്ടിയിലെ 19 വരെ 80ഓളം വരുന്ന യാത്രക്കാരുടെ ഹൃദയഭൂമിയെ സ്വന്തമാക്കുന്നു. പണ്ട് ഹെമിംഗ്വേ മരിച്ചപ്പോൾ
ഹെമിംഗ്വേയെക്കുറിച്ച് അക്കാലത്തെ ഒരു എഴുത്തുകാരൻ പറഞ്ഞ കണക്കാണ്, അയാൾ ഭൂമിയിൽ ദൈവത്തിൻ്റെ ചാരനായിരുന്നു. ഹെമിംഗ് എന്ന് പറയുന്ന കാര്യമായി ഈശ്വര ദൈവസങ്കല്പങ്ങളൊന്നും ഇല്ലാതിരുന്ന ഒരു വ്യക്തിയായിരുന്നു. മതസങ്കല്പങ്ങളൊന്നും ഇല്ലായിരുന്നു. ആത്മഹത്യയിലാണ് കാര്യങ്ങൾ അവസാനിപ്പിക്കുന്നതും. എന്നിട്ടും അദ്ദേഹത്തെ നന്നായിട്ട് അറിയാവുന്ന ഒരു വ്യക്തിക്ക് അങ്ങനെ പറയാൻ ധൈര്യമുണ്ടായ അയാൾ ഭൂമിയിൽ ദൈവത്തിൻ്റെ ചാരനായിരുന്നു പറയുന്ന കണക്ക് വേണമെങ്കിൽ ആ വാക്കിനെ ഒന്നീ ചെറിയ രാത്രി വണ്ടിയിലേക്ക് ഞാനൊന്ന് ഒതുക്കുമ്പോൾ എനിക്ക് അങ്ങനെ പറയാനുള്ള ധൈര്യമുണ്ടാവുന്നു. ഈ രാത്രി വണ്ടിയിൽ ഈ മനുഷ്യൻ ദൈവത്തിൻ്റെ ചാരനാവുന്നു. ശീലം കൊണ്ടും കാലപ്പഴക്കം കൊണ്ടും ക്ഷോഭത്തെയൊക്കെ നമ്മൾ നീതീകരിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഓരോരുത്തർക്കും അവരവരുടെ വികാരങ്ങളെ പ്രകടിപ്പിക്കാനായിട്ടുള്ള ഒരു കത്താർസിസ് എന്ന നിലയിലൊക്കെ ക്ഷോഭത്തെ നിരീക്ഷിക്കുന്ന മനഃശാസ്ത്ര പഠനങ്ങളുമൊക്കെ അതിന് പിൻബലമായിട്ടുണ്ടാവാം. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, ഈ ഒരാളും ക്ഷോഭത്തിന് ശേഷം ഇങ്ങനെ പൂർവാവസ്ഥയിലേക്ക് വരുന്നില്ല. ഏറ്റവും കൂടുതൽ മനുഷ്യർ ക്ഷോഭിക്കുന്നത് ഇപ്പോൾ റോഡിലാണെന്നാണ് പറയുന്നത്. റോഡ് റേജ് എന്ന് പറഞ്ഞ ഒരു കാര്യം തന്നെ ഇങ്ങനെ രൂപപ്പെടുത്തിയിട്ടുണ്ട്. ഒരു തിരുവന്ന ട്രാഫിക് നിയമം ലംഘിക്കുമ്പോൾ എതിരെ ഒരാൾ ഇങ്ങനെ തെറ്റിച്ചു വരുമ്പോൾ ഒക്കെ ഇങ്ങനെ മനുഷ്യരുടെ ക്ഷോഭത്തിന് പരിധിയില്ല. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഒരാൾ ക്ഷോഭിക്കുമ്പോഴേക്കും അയാളുടെ മനസ്സ് മാത്രമാണ് ക്ഷോഭത്തിലായിരിക്കുന്നത്, മുഴുവൻ ശരീരവും ചെന്ന് പെട്ടുപോവുകയാണ്. പണ്ടിങ്ങനെ മനുഷ്യർ വിചാരിച്ചിരുന്ന മനുഷ്യ ശരീരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് ഇടക്കാലത്ത് മനുഷ്യന് മനസ്സും ശരീരവും ഉണ്ടെന്ന് പിടുത്തം കിട്ടി. ഇപ്പോൾ ആധുനികമായ പഠനങ്ങൾ പറയുന്നത് മനുഷ്യന് മനസ്സ് മാത്രമേ ഉള്ളൂ, ശരീരം മുഴുവൻ മനസ്സാണ്. ചെയ്യുന്ന ഓരോ കാര്യങ്ങളും, ചിന്തിക്കുന്ന ഓരോ കാര്യങ്ങളും ഈ ശരീരത്തെയാണ് ബാധിക്കുന്നത്, അയാളുടെ ഇഫക്റ്റീവ്നെസ്സിനെയാണ് ബാധിക്കുന്നത്. അയാൾക്ക് അയാളുടെ ഒരു പൂർവാവസ്ഥയിലേക്ക് വരാനായിട്ട് എത്ര നേരം പിടിക്കും? അയാൾ ഉണ്ടാക്കുന്ന പരിക്കുകൾ ഉണ്ടാക്കിയ മനുഷ്യരെ ആ പഴയ രീതിയിലേക്ക് വീണ്ടും കൊണ്ടുവരാനായിട്ട് അയാൾക്ക് എന്ത് നേരം കിട്ടും? ചിലപ്പോൾ ഈ ചെറിയ ദമ്പതികൾ പരസ്പരം കലഹിക്കുന്നതിനെക്കുറിച്ചൊക്കെ അത്ര കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ നമ്മൾ പറയുമ്പോൾ പോലും പ്രശ്നം ഇത്രയേ ഉള്ളൂ, ഒരു സ്റ്റിക്കർ ഒട്ടിക്കുന്ന കണക്കാണ്. ഒരു സ്റ്റിക്കർ ഒട്ടിച്ചെടുത്തുനിന്ന് നമ്മളിങ്ങനെ എടുത്തു മാറ്റിക്കഴിഞ്ഞിട്ട് പിന്നെയും ഒട്ടിക്കുമ്പോഴേക്കും ഒട്ടാതിരിക്കാൻ തരമില്ല. പക്ഷേ നമുക്കറിയാം, ആദ്യം ഉണ്ടായിരുന്ന ആ ഒരു അഡ്ഹൻസ്നെസ് എന്ന് പറയുന്ന ആ ആദ്യം ഉണ്ടായിരുന്ന ഒരു അടുപ്പം പിന്നെ എളുപ്പമല്ല. അപ്പോൾ ഓരോ കലഹത്തിന് ശേഷവും മനുഷ്യരുടെ ഹൃദയങ്ങളിങ്ങനെ വല്ലാതെ അകന്നു പോകുന്നുണ്ട്. ഒരു ക്ഷോഭത്തിൽ നിങ്ങൾക്ക് ഏത് കൽപ്പനയും നശിപ്പിക്കാമെന്നാണ് പറയുക, ഏത് തകർക്കാമെന്നാണ് പറയുക. മോശ തന്നെയാണ് ഏറ്റവും വലിയ ഉദാഹരണം. മോശയ്ക്ക് ഇങ്ങനെ കൽപ്പനകളുടെ ശിലാപാളികളുമായിട്ട് മോശ താഴേക്ക് വരികയാണ്. എന്നിട്ടോ ആ മോശ ഈ തനിക്ക് ക്ഷോഭമുണ്ടാക്കിയ ഒരു കാരണത്തിന് മുമ്പിൽ ഈ ശിലാപാളികൾ അടിച്ചു തകർക്കുക. ചുരുക്കത്തിൽ അയാളുടെ ക്ഷോഭത്തിൽ ഈ 10 കൽപ്പനകളും പൊടിഞ്ഞു പോവുകയാണ്. അപ്പോൾ അത്രയും ഗൗരവമായിട്ട് എടുക്കേണ്ട ഒന്നായിട്ടാണ്. മോശ അവൻ ക്ഷോഭത്തിൻ്റെ മനുഷ്യനായിരുന്നു. പക്ഷേ ഇതേ മോശയെക്കുറിച്ച് തന്നെ വേദപുസ്തകം പറയുന്നത് ഭൂമിയിൽ ഇത്രയും ശാന്തനായ മനുഷ്യൻ രൂപപ്പെട്ടില്ല എന്നാണ് പറയുന്നത്. ദീർഘമായ ഒരു 40-40 വർഷങ്ങളുടെ യാത്രകളിലൂടെ അയാളത്തിനെ ഇങ്ങനെ പരുവപ്പെടുത്തിയെടുത്തു. അപ്പോൾ ക്ഷോഭം എൻ്റെ രീതിയാണ്, എൻ്റെ ശീലമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്കിതിനകത്തുനിന്ന് തെന്നിമാറാനായിട്ടുള്ള അവകാശമില്ല. ആർക്കും എപ്പോഴും ഒരു പരിവർത്തനം സാധ്യമാണെന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണല്ലോ ഭൂമിയിലെ മുഴുവൻ സുവിശേഷ വിചാരങ്ങളും, ഭൂമിയിലെ മുഴുവൻ ഗുരുക്കന്മാരും പറയുന്നത് തന്നെയാണല്ലോ, വി ക്യാൻ ചേഞ്ച് അവർ സ്ക്രിപ്റ്റ്. അപ്പോൾ ഇത്തിരി ഇടം കൊടുക്കുന്ന അല്ലെങ്കിൽ കുഴപ്പമില്ലെന്ന് കരുതുന്ന ഈ ക്ഷോഭത്തിൽ നിന്ന് സംഭവിക്കുന്ന വല്ലാത്ത വയലേഷനുണ്ട്. സ്നേഹം എന്ന് പറഞ്ഞ ധാതുവിൽ നിന്നാണ് സ്നേഹം എന്ന് പറഞ്ഞ വാക്ക് രൂപപ്പെടുക. സ്നേഹം എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം ടു ഹർട്ട് എന്നാണ്. സ്നേഹം എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം അങ്ങനെ വരുമ്പോൾ നോട്ട് ടു ഹർട്ട് എന്നാണ്. സ്നേഹിക്കുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം അത്രയേ ഉള്ളൂ, ഒന്നിനെയും ഇങ്ങനെ പരിക്കേൽപ്പിക്കാതിരിക്കുക. ആ അർത്ഥത്തിൽ ക്ഷോഭിക്കുന്ന ഒരു മനുഷ്യൻ പരിക്കേൽപ്പിച്ചത് കണക്ക്, അയാൾ അവശേഷിപ്പിക്കുന്ന വേദന കണക്ക്, അയാൾ നിലനിർത്തുന്ന പരിക്കുകൾ കണക്ക് മറ്റെന്തെങ്കിലും ഒരു വൈകാരികത ഇത്രയും മനുഷ്യന് ഹാനികരമായിട്ട് അനുഭവപ്പെട്ടിട്ടുണ്ട് നിങ്ങൾക്ക്? അപ്പോൾ പതുക്കെ അവനവൻ്റെ ഹൃദയശാന്തിയെ വീണ്ടെടുക്കാനായിട്ടുള്ള ചില ശ്രമങ്ങളിലായിരിക്കുക. ഈ ഹൃദയശാന്തി അത്ര എളുപ്പമൊന്നുമല്ല, പക്ഷേ ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണിത്. അതിങ്ങനെ ചില പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് വ്യക്തമായിട്ട് പിടുത്തം കിട്ടും, എളുപ്പമല്ലത്. ആരുടെയും സമാശ്വാസങ്ങളോ ചിലപ്പോൾ ഈ പ്രാർത്ഥനയെക്കുറിച്ചുള്ള നമുക്ക് വെച്ച് നീട്ടുന്ന കരുതലുകൾ പോലും നമ്മളെ തൊടാതെ പോകുന്ന വിധത്തിലുള്ള വലിയ അശാന്തികളുടെ നിമിഷങ്ങളുണ്ട്. എല്ലാ ഹൃദയത്തിൻ്റെ അശാന്തികൾക്കും ഇങ്ങനെ ഒത്തിരി ഘടകങ്ങളുണ്ടാകും. അതിനകത്തൊരു വളരെ പ്രധാനപ്പെട്ടൊരു ഘടകം ഇങ്ങനെ അവനവൻ്റെ ആത്മവിശ്വാസം കളഞ്ഞു പോകുക എന്നുള്ളതാണ്. ക്ഷോഭിക്കുന്നവരൊക്കെ ഇങ്ങനെ ആത്മവിശ്വാസം കളഞ്ഞു പോയ മനുഷ്യരാണ്. അവർക്കിങ്ങനെ അവനവനിൽ തന്നെ ഉള്ളൊരു വിശ്വാസം കുറഞ്ഞു പോകുമ്പോൾ സ്വാഭാവികമായിട്ട് അതിനെ പ്രതിരോധിക്കാനായിട്ട് അവർക്കിങ്ങനെ പുറം ലോകത്തോട് കുറച്ചുകൂടി പ്രതിരോധത്തിൽ ഏർപ്പെടേണ്ടതായിരിക്കുന്നു.
ഫുട്ബോളിലൊക്കെ സംഭവിക്കുന്ന കണക്കാണ്. നല്ലതുപോലെ കളിക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നുള്ള മാർഗ്ഗം എന്ന് പറഞ്ഞാൽ ഡിഫൻസ് മാത്രമാണ്. അതാണ് ഒടുവിലത്തെ ഒരു മാർഗ്ഗം. പക്ഷേ അത് നല്ലൊരു ഫുട്ബോളിൻ്റെ ഒരു മെയ്വഴക്കത്തിൽ പെടുന്ന കാര്യമല്ല. കളിക്കുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഇങ്ങനെ മുമ്പോട്ട് പോയി കളിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്, തടയുക എന്നുള്ള അർത്ഥത്തിലല്ല. അപ്പോൾ അത്തരമൊരു ആത്മവിശ്വാസത്തിൻ്റെ ഒരു കുറവുണ്ട്. വിശേഷിച്ചും നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് തന്നെ നോക്കുമ്പോൾ ഇങ്ങനെ അപാകതകളൊക്കെ ഉണ്ടെന്ന് തോന്നിത്തുടങ്ങുന്നൊരു കാലത്തിനകത്ത് ഈ ആത്മവിശ്വാസക്കുറവ് വളരെ കഠിനമാകുന്നു. ഹൃദയശാന്തിയെ ഇങ്ങനെ തകർക്കുന്ന മറ്റൊരു ഘടകം ഇങ്ങനെ ഭയമാണ്. വല്ലാത്ത ഭയത്തിലൂടെ ഈ ചെറിയ പ്രാണന് കടന്നു പോകേണ്ടതായിട്ട് വരുന്നുണ്ട്. എങ്ങനെയാണ് അവൻ്റെ ജീനിൽ ഇത്രയും ഭയം സുഷുപ്തിയിലായിരിക്കുന്നു എന്നൊക്കെ നമ്മൾ വിസ്മയിപ്പിക്കുന്ന വിധത്തിൽ, അമ്പരപ്പിക്കുന്ന വിധത്തിൽ അത്രയും ഭയം ഈ പ്രാണൻ കൂടെ കൊണ്ട് നടക്കുന്നുണ്ട്. ഒന്നും സഹായമാവുന്നില്ല. നിങ്ങളുടെ അധികാരമോ നിങ്ങളുടെ ധനമോ നിങ്ങളുടെ ജനകീയതയോ ഒന്നും ഇത്തരം കടമ്പകളിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട്, തട്ടാതെ രക്ഷപ്പെടാനായിട്ട് നിങ്ങളെ സഹായിക്കുന്നില്ല. വായിച്ചൊരു പുസ്തകത്തിൽ കണക്ക് ഇതൊക്കെയായിരുന്നു ഓരോരുത്തരെയും ഭയത്തെ നിഹനിക്കുന്നതെങ്കിൽ എന്തെളുപ്പമായിരുന്നു. ഏറ്റവും അധികാരമുണ്ടായിരുന്ന മനുഷ്യരിലൊന്ന് ജോസഫ് സ്റ്റാലിനാണ്. 7 ഇങ്ങനെ കിടപ്പറകളുണ്ടായിരുന്നു. വധിക്കപ്പെടുമെന്നുള്ള പേടി കൊണ്ടാണ്. അതുകൊണ്ട് അവർക്ക് ഒരു തരത്തിലും ഇങ്ങനെ ട്രാക്ക് ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ ഇങ്ങനെ 7 കിടപ്പറകൾ ഉറങ്ങുന്ന കണക്ക് രീതി സൃഷ്ടിച്ച മനുഷ്യൻ. പിന്നെ ജോൺ ലെനൻ എന്ന് പറയുന്ന ആ ബീറ്റിൽസിൻ്റെയൊക്കെ ഗായകൻ, അതൊരു ജനകീയത കിട്ടിയ മനുഷ്യനാണ്. എന്നിട്ടും ഇങ്ങനെ വിളക്കണച്ചിട്ട് ഉറങ്ങാനായിട്ട് പറ്റില്ല. തൊടുന്നതൊക്കെ ഇങ്ങനെ വിഷമാണെന്നോ അഴുക്കാണെന്നൊക്കെ ഉള്ള പേടി. വാൻ ഹോസ് എന്ന് പറയുന്ന ഒരു വലിയൊരു ധനികനായൊരു മനുഷ്യൻ്റെ കഥയും ആ കൂട്ടത്തിൽ പരാമർശിക്കുന്നുണ്ട്. അയാളിങ്ങനെ അത്രയും ഭയം വന്നിട്ടിങ്ങനെ മെക്സിക്കോയിലുള്ള ഒരു ഒറ്റ മുറി വീട്ടിലേക്ക് ഇങ്ങനെ തന്നെ ഇങ്ങനെ കുരുക്കി. അങ്ങനെയായിരുന്നു അയാളുടെ ആ ശിഷ്ടകാലം. മനുഷ്യനെ വരിഞ്ഞു മുറുകുന്ന ഈ ഭയം, അതിനകത്ത് തൽക്കാലം പുറം ലോകത്തിന് നിങ്ങളെ സഹായിക്കാനായിട്ട് പറ്റത്തില്ല. എവിടുന്നോ ഒരു ആന്തരികമായൊരു അനുഭൂതിയുടെ ബലമില്ലാതെ ഈ ഭയത്തിൽ നിന്ന് പുറത്ത് കിടക്കുക എളുപ്പമല്ല. യേശു അതുകൊണ്ടാണ് പറയുന്നത്, അത്യുന്നതൻ്റെ ശക്തി ആവസിക്കുന്നവരെ നിങ്ങൾ ജെറുസലേം വിട്ടു പോകരുത്. നിങ്ങൾ ഭയചകിതരായ മനുഷ്യർ. ദിവസം രേഖപ്പെടുത്തുന്ന കണക്കിന് അവരിങ്ങനെ അടച്ചിട്ടിരിക്കുകയായിരുന്നു. പുറത്തിറങ്ങുമ്പോൾ പേടിയാണ്. ഇങ്ങനെ ചില സിനിമകളിലൊക്കെ നമ്മൾ കാണുന്ന കണക്കിങ്ങനെ ഒരു കൊട്ടേഷന് വേണ്ടി നിശ്ചയിക്കപ്പെട്ടിട്ടിരിക്കുന്ന ഒരു വ്യക്തി പറയുന്ന കണക്ക്, എവിടുന്നോ എന്തോ വരാൻ പോകുന്നുണ്ട്, ആരോ എവിടുന്നോ. അതെപ്പോഴും അങ്ങനെ ഒരു ഉൾഭയം വരുന്നതാണ്. ഇങ്ങനെ ആടപ്പെടുന്ന മൃഗങ്ങൾക്കറിയാം അതിൻ്റെ ചങ്കിലേക്ക് വരുന്ന അസ്ത്രത്തിൻ്റെ ഊക്കെന്നൊക്കെ പറഞ്ഞ മട്ടിൽ ജിബ്രാൻ്റെ കവിതയൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ കടലിൽ പതിക്കാൻ പോകുന്ന പുഴയ്ക്കറിയാം അത് പതിക്കാൻ പോകുന്ന കടലിൻ്റെ അഗാധം എന്നൊക്കെ പറയുന്ന കണക്ക് തൊട്ടുമുമ്പിലുള്ള ചില ദുര്യോഗങ്ങളെ പിടുത്തം കിട്ടുന്ന വിധത്തിൽ എന്തോ ഒരു അലാം മനുഷ്യൻ്റെ ശരീരത്തിലും ജീവിതത്തിലുമൊക്കെ ഉണ്ട്. അപ്പോൾ അവനവൻ്റെ ഒരു ഘടകങ്ങളും ഈ നിർഭയത്തിലേക്ക് തന്നെ നയിക്കുന്നില്ല. എവിടെന്നോ ആ പരാശക്തിയുടെ ഒരു കരുണ, അതെങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടതെന്ന് എനിക്ക് തീരെ പിടുത്തം കിട്ടുന്നില്ല. ചിലപ്പോൾ അത് സ്വന്തമായിട്ട് തന്നെ ഇങ്ങനെ കണ്ടെത്തിയോ പറഞ്ഞെടുക്കാനോ പറ്റുന്നുമില്ല. പക്ഷേ അതല്ലാതെ വേറെ വഴികളില്ല. അത്തരമൊരു അഭയശിലയിലെത്തിയ മനുഷ്യന് മാത്രം കരഗതമാകുന്ന, അല്ലെങ്കിൽ ആത്മവിശ്വാസവും നിർഭയത്തിൽ നിന്നും കരഗതമാകുന്ന അനുഭൂതിയുടെ പേരാണ് ഹൃദയശാന്തി. അവനോട് തന്നെയുള്ള ബലം. പഴയ ചെറിയ പ്രായത്തിലൊക്കെ ആ കഥയൊക്കെ വായിക്കുമ്പോൾ അത്ര ഒന്നും തോന്നിയിട്ടില്ല. ഒരു ഗുരുവിൻ്റെ അടുക്കൽ വന്നിട്ട് ഒരമ്മ പറഞ്ഞു, എൻ്റെ കുഞ്ഞ് ഇങ്ങനെ പഞ്ചസാര തിന്നുന്നുണ്ട്, അതുകൊണ്ട് ഗുരു അവനെ ഉപദേശിക്കണം. ഗുരു പറഞ്ഞു ഒരാഴ്ച കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ പറഞ്ഞു, നീ പഞ്ചസാര തിന്നുന്നത് നല്ലതല്ല, പഴയകാലമായിരിക്കും, പക്ഷേ പഞ്ചസാരയും ഒക്കെ ഇങ്ങനെ ഒരു വിഷമായിട്ടൊക്കെ നല്ലതല്ല എന്നൊക്കെ കരുതിയൊരു കാലമായിരിക്കണം അത്. അപ്പോൾ അമ്മ പറഞ്ഞു, ഇത് നിങ്ങൾക്ക് എന്തുകൊണ്ട് കഴിഞ്ഞ ആഴ്ച ഞാൻ കൊണ്ടുവന്നപ്പോൾ പറയാൻ പറ്റില്ല. അപ്പോൾ പറഞ്ഞു, എനിക്ക് ആ ശീലമുണ്ടായിരുന്നു, അത് നിർത്തിയിട്ടാവാം. അപ്പം ഇങ്ങനെ അവനവൻ്റെ ജീവിതത്തെ പരിശോധിക്കുമ്പോൾ നമുക്കിപ്പോൾ പല കാര്യങ്ങൾക്കകത്തും പറയാനുള്ള ധൈര്യം കിട്ടുന്നില്ല. അതുകൊണ്ടായിരിക്കും മുതിർന്നവർ ഇത്രയും ശോഭിക്കുന്നത് ഞാൻ വിചാരിക്കുക. കാരണം മുതിർന്നവർക്ക് ആ ഒരു ഡിസ്പാരിറ്റിയെക്കുറിച്ച് വലിയ ധാരണ കിട്ടുമ്പോൾ പിന്നെ അവനവനോട് തന്നെ നീതി പുലർത്തുന്നതിൻ്റെ ഭാഗമായിട്ടോ ഇല്ലെങ്കിൽ പലതും
ഇങ്ങനെ പ്രതിരോധിക്കുന്നതിൻ്റെ ഭാഗമായിട്ടൊക്കെ ശോഭിക്കുന്നതാവും. പിന്നെ ഈ ഭയത്തിൽ നിന്ന്, ഭയം എന്നൊക്കെ പറയുന്നത് ഇങ്ങനെ വല്ലാതെ ഒരാളെ ഇങ്ങനെ തകർത്ത് കളയും, ക്രഷ് ചെയ്ത് കളയും. അപ്പം അത്തരം ചില ആന്തരികമായ അനുഭൂതികളിൽ നിന്ന് മാത്രം ഉണ്ടാവുന്ന ഒരു സവിശേഷമായ ജീവിത സമീപനത്തിൻ്റെ പേരാണ് ഹൃദയശാന്തി. അവരാണ് ഭൂമിയുടെ ഹൃദയത്തെ കീഴ്പ്പെടുത്തിയിരിക്കുന്നത്. എവിടെ ആയാലും നേരത്തെ സൂചിപ്പിച്ച കണക്ക് നമ്മുടെ ചങ്കിലിടം കണ്ടെത്തിയിട്ടുള്ള എല്ലാ മനുഷ്യർക്കും പൊതുവായിട്ടൊരു ഘടകമുണ്ടായിരുന്നു, അവർ പുലർത്തിയ ആ ഹൃദയശാന്തി. എന്ത് സ്നേഹത്തോടും സൗഹൃദത്തോടും സംയമനത്തോടും സന്മനസ്സോടും കൂടിയൊക്കെയാണ് അവർ നമ്മളോട് ചില കാര്യങ്ങൾ പറഞ്ഞു തന്നത്. നല്ല അധ്യാപകർക്ക് ഈ ഭൂമിയിൽ ഇങ്ങനെ ഒരു കുറവുണ്ടായിരുന്നിട്ടില്ല. പക്ഷെ എന്നിട്ടും ഈ എല്ലാ നല്ല അധ്യാപകരും നിങ്ങളുടെ ചങ്കിലടം കണ്ടെത്താൻ എന്തുകൊണ്ടാണ്? അവർ നന്നായിട്ട് പഠിപ്പിച്ചിട്ടുണ്ടാവും. പക്ഷേ പരീക്ഷയെ തോറ്റ നിങ്ങളോട് സാരമില്ല, അടുത്ത പരീക്ഷയ്ക്ക് നിനക്ക് എഴുതാൻ പറ്റും, അല്ലെങ്കിൽ ഇതിനകത്ത് ഇത്ര ബേജാറാവേണ്ട പ്രശ്നമില്ല, എന്തിനാണ് ഇത്രയും തലകുനിച്ചിരിക്കുന്നത് എന്നൊക്കെ ചോദിച്ചൊരു അധ്യാപകനായിരിക്കും ചങ്കിലടം കണ്ടെത്തിയിട്ടുണ്ടാവുക. തലച്ചോറിനെ സഹായിച്ചവർ എപ്പോഴും ഹൃദയത്തിൽ അടം കണ്ടെത്തണമെന്നില്ല. അപ്പോൾ ആരുടെയെങ്കിലുമൊക്കെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ പോലുമുള്ള ഇടം ഈ ക്ഷോഭത്തിലൂടെയൊക്കെ സംഭവിക്കുമെന്ന് തെറ്റിദ്ധരിക്കരുത്. ആ പഴയ ഗുരുപാരമ്പര്യങ്ങളെ കഥ പറഞ്ഞ് ഈ രാത്രി വിചിന്തനം അവസാനിപ്പിക്കാമെന്ന് കരുതുന്നു. ഇങ്ങനെ ആശ്രമത്തിൽ നിന്ന് ഒരു ചെറുപ്പക്കാരന് ഇത്തിരി ക്രമം തെറ്റിയൊരു ജീവിതമുണ്ടെന്ന് ഗുരുവിന് പിടുത്തം കിട്ടുന്നുണ്ട്. ഒരു പുലരിയിൽ അയാളിങ്ങനെ ആശ്രമത്തിൻ്റെ വഴികളിലൂടെ നടക്കുമ്പോൾ കണ്ടു, അതിൻ്റെ മതിലിനോട് ചേർത്ത് വെച്ച് ഇവൻ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഒരു കയറിപ്പോകാനായിട്ട് ഉപയോഗിച്ച ഒരു ലാഡറോ സ്റ്റൂളോ എന്തോ ആവട്ടെ, അതിൽ വെളുപ്പിനെ ആകുമ്പോൾ തൻ്റെ ഇത്തിരി ക്രമം തെറ്റിയ വഴികൾക്ക് ശേഷം അവൻ അതിലൂടെ പിടിച്ച് താഴോട്ടിറങ്ങുമ്പോൾ ഗുരു ഒരു കാര്യം ശ്രദ്ധിച്ചു. ഈ ഗുരു ഈ പറഞ്ഞ ആ പീഠമെടുത്ത് മാറ്റി. എന്നിട്ട് അയാളായിരുന്നു അവിടെ നിന്നിരുന്നത്. ഇവൻ ചവിട്ടി പിടിച്ച് ഇറങ്ങുന്നത് ഈ മനുഷ്യൻ്റെ കൂന് പിടിച്ച ശരീരത്തിലാണ്. അങ്ങനെ വല്ലാതെ വിറങ്ങലിച്ചു പോയി. അപ്പോൾ ഗുരുവിനോട് പറഞ്ഞു, നല്ല മഞ്ഞാണ്, പനി പിടിപ്പിക്കാതെ സൂക്ഷിക്കണം. അയാൾക്ക് എങ്ങനെയാണ് പിന്നെ തൻ്റെ ജീവിതത്തിൻ്റെ വഴികളെ 180 ഡിഗ്രി തിരിച്ചു വിടാതിരിക്കാനാവുക? അവർ മാത്രമാണ് ലോകത്തിൻ്റെയും ഉറ്റവരുടെയും ഒക്കെ ദിശയും ഗതിയും മാറ്റിമറിച്ചവർ. അവർ ഭാഗ്യവാന്മാർ. ജീവിതം പ്രഭാമയം സന്നിധാനം